ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സാഹിദയാണ്. സാഹിദ കേൾക്കാവോ? കേൾക്കണ്ട്. ഓക്കെ, സാഹിദ ഏത് കോഴ്സ് അവോധയിൽ ചെയ്തേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. വീട് എവിടെയാണ്? വീട് പട്ടാമ്പി. പട്ടാമ്പി, പാലക്കാടാണല്ലേ. സാഹിദ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുന്നതിന് മുന്നേ ഏത് കോഴ്സാ എടുത്തിരുന്നേ? ഡിഗ്രി ചെയ്തിരുന്നോ? ഡിഗ്രി കഴിഞ്ഞില്ല, +2 കഴിഞ്ഞ ഒരു ഡിപ്ലോമയും കഴിഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടറിന്റെ. കമ്പ്യൂട്ടർ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് അല്ലേ? ഒരു എന്തുകൊണ്ടാണ് വർഷത്തെ ഒരു വർഷത്തെ ഡിപ്ലോമ. ഓക്കെ, എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്തേ? ഞാന് എന്താ പറയാ, കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. കുറച്ചായിട്ട് നിർത്തി വെച്ച് പോവാൻ, പിന്നെ മാരേജ് കഴിഞ്ഞ് നോക്കുമ്പോ പോവാൻ ബുദ്ധിമുട്ടായിട്ടേ. അപ്പൊ എനിക്ക് വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് പഠിച്ചത്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗിനോട് ഇത്ര ഇൻട്രസ്റ്റ് വരാൻ കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ടാണോ? അതെ. ഓക്കെ ഓക്കെ. സാഹിദയ്ക്ക് ആരാ അവോധ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്? അബോധ ഇവിടെ തന്നെ ഒരു കുട്ടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഇവിടെ ഒരു കുട്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ഒരു കുട്ടിയാണ് ഇങ്ങനെ പറഞ്ഞത് എന്നോട്. ഓക്കെ ഓക്കെ. അപ്പൊ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും റെഫർ ചെയ്യാൻ പോയില്ല, ഡയറക്റ്റ് അവോധ സെലക്ട് ചെയ്യായിരുന്നോ? ഞാനും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എനിക്ക് പഠിക്കാം, ഓൺലൈനായിട്ട് ഒന്ന് പഠിക്കണം, എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ജോബ് എനിക്ക് വേണം, ചെയ്തോണ്ടിരുന്ന ആളാണ് ഞാന്. പെട്ടെന്നൊക്കെ ജോബ് ഇല്ലാതായപ്പോ ജോബ് ചെയ്യണം നല്ല ആഗ്രഹമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ജോബ് വേണം. അപ്പൊ വീട്ടിലിരുന്നിട്ടാവുമ്പോ അതാവുമ്പോ എനിക്ക് ബെറ്ററും ആണെന്ന് വിചാരിച്ച് ഞാൻ എടുത്തത്. അപ്പൊ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനെ ഒരു കോഴ്സ് കിട്ടിയോ നമുക്ക് അവോധ സെലക്ട് ചെയ്യാൻ കാരണം ഓൺലൈൻ ക്ലാസ്സും ആണ്, ഒപ്പം ഇന്റേൺഷിപ്പ് ഉണ്ടെന്നും കൂടെ പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് ചേർന്നതാണ്. ഓക്കെ, സാഹിദ, നമ്മുടെ അവോധയിലെ ഓൺലൈൻ ഫീസ് സ്ട്രക്ചർ വരുന്നത് 2800 റുപ്പീസ് ആണല്ലോ. അപ്പോ സാഹിദയ്ക്ക് കൂടെ ഉണ്ട് കുറച്ച് നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്താ വെച്ചാൽ നമുക്ക് മൊത്തം കാശ് അടച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ഇതിലാണ് നോക്കിയത്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ സെലക്ട് ചെയ്തത് അവോധ. കാരണം നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സംഭവമാണ്, നമുക്ക് കാശ് കൊടുത്ത്. പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോ വേറെ ഞാനൊന്നും കേട്ടില്ല. കാരണം നമുക്ക് ഇത്ര ഫീസ് കൊടുക്കുക, എന്നിട്ട് അത് പഠിക്കൽ കഴിഞ്ഞിട്ട് ഫീസ് അടിച്ചാൽ മതി പറയുമ്പോ തന്നെ അതിലൊരു സക്സസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ആ ഒരു റുപ്പീസിന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇന്റേൺഷിപ്പ് ആണ്. ഇന്റേൺഷിപ്പ് ചെയ്യാണോ ഇപ്പോ, അത് ജോബ് ആയോ? ഇല്ല, ജോബ് ആയിട്ടില്ല. ഇനി ഒരു 15 ദിവസം കൂടെ ഉണ്ട് ഇന്റേൺഷിപ്പ് കഴിയാന്. ഓക്കെ, ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കമ്പനി ഏതാണ്? മാപ്പിഡ്. വർക്ക് ഫ്രം ഹോം ആണല്ലേ? അതെ. അതുപോലെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഇന്റേൺഷിപ്പ് എടുത്തപ്പോ ഒരു 1.5 മാസം അവര് നന്നായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നുണ്ട്. ആ 1.5 മാസത്തോളം നമുക്ക് പഠിക്കാൻ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ 1 മാസമായിട്ടാണ് ഞാൻ ശരിക്കും വർക്ക് ചെയ്യൽ തുടങ്ങിയത്. അതുവരെ എനിക്ക് നന്നായിട്ട് പറഞ്ഞു തന്നിരുന്നു ഒരു ജോബ് ചെയ്യാനുള്ള ട്രെയിനിങ് ആയിരുന്നു അല്ലേ? ട്രെയിനിങ്ങും നമ്മൾ ചെയ്യണം, പറഞ്ഞുതരും വർക്ക്. അതെ. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു അവോധയിൽ പഠിച്ചൊരു എക്സ്പീരിയൻസ്? നല്ലതാണ്. ജാബ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തായിരുന്നോ? ഞാൻ ഇതേപോലെ വിളിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് വേണ്ടിയാണ് ഇത്. അപ്പൊ നമ്മൾ അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയൊക്കെ കഴിഞ്ഞാല് അറിയാലോ. അപ്പൊ നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലല്ലോ. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എത്തുക എന്നുള്ളതല്ലേ നമുക്ക് അവർക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ വിളിക്കണു ചോദിക്കണു, അവർക്കൊരു പ്രശ്നമില്ല. അവര് എപ്പോ വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പ്രിപ്പയർ ആയിരുന്നോ? ജാബ് പ്രോഗ്രാമിലൂടെ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. ആദ്യം വിളിച്ചായിരുന്നു, ഇങ്ങനെ വർക്ക് ഫ്രം ഹോം വേണം പറഞ്ഞിട്ട് ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. എത്ര ഡ്യൂറേഷൻ എടുത്തു കോഴ്സ് കഴിയാൻ വേണ്ടിട്ട്? ഒരു 3.5 മാസം 4 മാസത്തോളം. ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് സെലക്ട് ആയോ? അത് കഴിഞ്ഞ് ഞാൻ ഒരു മാസം ആയിട്ടില്ല. എന്റെ മുന്നേ ഞാനൊന്ന് ഗൾഫിൽ പോയി ഒന്ന് വന്നു ഒരു 2 മാസത്തിന് വേണ്ടിട്ട്. അവിടുന്ന് ഞാൻ എക്സാം എഴുതിയത്. ഒരു മാസം. ഓക്കെ, ഇപ്പൊ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെയല്ലേ പോകുന്നത്? ഇനി ജോബ് ട്രൈ ചെയ്യുന്നില്ലേ? ജോബ് ട്രൈ ചെയ്യണം. ഇന്റേൺഷിപ്പ് കിട്ടിയതോട് കൂടി ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഫാമിലിയിലെ സപ്പോർട്ടൊക്കെ? ഫാമിലി കുഴപ്പമുണ്ടായിരുന്നില്ല.
ജോയിൻ ചെയ്തോളാൻ പറഞ്ഞായിരുന്നു ഓക്കെ. അവധയിൽ. ആർക്കെങ്കിലും അവോധ റെഫർ ചെയ്ത് കൊടുത്തായിരുന്നോ? റെക്കമെൻഡ് ചെയ്ത് കൊടുത്തായിരുന്നോ? അങ്ങനെ പറയാറൊക്കെ ഉണ്ട്, ഞാനിങ്ങനെ അവോധയിലാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ. ആരെങ്കിലും വേണമെങ്കിൽ ചേരാലോ, ഡിഗ്രി കഴിഞ്ഞവരോടൊക്കെ പറയാറുണ്ട്. Okay, Sahida, thank you so much for joining Career Talks with Avodha and all best for your future. Thank you. താങ്ക് യു.